യോൾ എല്ലാവരെയും ഇന്ന് ഈ ഒരു സൂം പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ ആദരവോടെ ഈ സൂം പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. എന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഏട്ടനായ ചന്ദ്രമാഷാണ്. എനിക്ക് നല്ല ഒരു ഹെൽത്തും നല്ലൊരു വെൽത്തും തന്ന അദ്ദേഹത്തിനും വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. കാരണം വന്ന വഴി നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് എനിക്ക് രണ്ടാം ജന്മം നൽകിയ ഒരു പ്രൊഡക്റ്റ് ആണിത്. അത്രയും നല്ലൊരു മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് നെഞ്ചിലേറ്റിക്കൊണ്ട് വളരെയധികം ശക്തമായി നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കറിയാം നമ്മളെ പ്രൊഡക്റ്റ് അത്രയും മൂല്യമുള്ളതാണ്. അത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ഏറെ അവരെ ഉപയോഗിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഉപയോഗിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ആ വീട്ടില് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ആ വീട്ടിൽ നമുക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു നല്ലൊരു ഇത് കിട്ടും. എനിക്ക് ഇപ്പൊ അടുത്ത ദിവസം കിട്ടിയൊരു എക്സ്പീരിയൻസ് കൂടി പറയാം. കല്ലാച്ചി ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. ഒരു 75 വയസ്സുള്ള ഒരു മാഷാണ്. അദ്ദേഹത്തിനൊരു ബ്രെയിനിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മാനസികമായിട്ട് കുറച്ച് വിഭ്രാന്തിയിലാണ്. അദ്ദേഹം ഒന്നും മനസ്സിലാകുകയല്ല, ചുമരൊന്നും കാണൂല, അങ്ങ് നടന്നൂടുക. എന്നിട്ട് ഇവിടെയൊക്കെ കുത്തിയിട്ട് എല്ലായിടെയും നീല നിറായിരിക്കുക. അവരെ ഭാര്യ ഒരു ടീച്ചറാണ്, 65 വയസ്സുണ്ട്. അവരെ കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. അത്രയും ഒരു പാവം പെണ്ണുങ്ങൾ. ഓരിങ്ങനെ ഉറങ്ങാണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത്. ആ റൂമില് ഒരു 2 കട്ടിലുണ്ട്, ഒരു ടേബിളുണ്ട്. കട്ടുമ്പോ ഇങ്ങോട്ടത്തെ കട്ടുമ്പിലേക്ക് ചാടുക, എന്നിട്ട് ആ ടേബിൾ കയറുക, എന്നിട്ട് അവിടെ ഇങ്ങോട്ട് തുള്ളുക, പിന്നെ നിലത്ത് പോവുക എന്ന് വെക്കേണ്ട അത്രയും ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. തീരെ ഉറങ്ങൂല രാത്രി. ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെ വാക്കിൽ വിശ്വസിച്ചിട്ട് അവിടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആളെ വിശ്വസിച്ചിട്ട് ആ പ്രൊഡക്റ്റ് അവര് വാങ്ങുകയും 3-ാമത്തെ ദിവസം ഞങ്ങളോട് വിളിച്ചു പറയാ, മോളെ നല്ലത് ഇതുണ്ട്, നല്ലോണം ഉറങ്ങുന്നുണ്ട് മാഷിപ്പോ. അപ്പം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോ അന്ന് കണ്ട ആ ടീച്ചറല്ല പിന്നെ നമ്മൾ ഒരാഴ്ച ചെന്ന് നോക്കുമ്പോ എന്താ വെച്ചാൽ ഉറങ്ങിയിട്ട് അവർക്കും ഉറങ്ങാൻ പറ്റിയല്ലോ. അവരിങ്ങനെ കളിക്കുമ്പോ ഉറങ്ങിയിട്ട് അവരൊക്കെ ഒന്ന് ഉഷാറായിട്ട്. അന്നേരം ഇടവേളക്കാരൊക്കെ ചോദിക്കാന്നല്ലേ, പിന്നെ ടീച്ചർക്ക് ഇപ്പൊ നല്ലൊരു ആശ്വാസം ഉണ്ടില്ലേ? അന്നപ്പം പറഞ്ഞു, എനിക്ക് നല്ല ആശ്വാസമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ആശ്വാസത്തിലാണ് ഞാൻ. അതാണ് അത്രയും മിറാക്കിൾ റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.